അപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ ഓൾറെഡി അത് അവിടെ ചെയ്തതല്ലേ, അപ്പൊ വേറൊരു വെറൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ക്യാമറ അതിലെ ആ സാറ് വന്നിട്ട് ഞങ്ങൾക്ക് ഫ്രെയിം ഒക്കെ വെച്ച് തന്നിട്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ആ സാർ അങ്ങനെ ചെയ്തു തന്നത്. അപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ അതിനേക്കാളും സൂപ്പർ ഇതായിരുന്നു, കാരണം അത് ഒരു ഫ്രെയിം ആയിരുന്നു, അതില് നിങ്ങൾ ട്വിൻസ് ആണെന്ന് അറിയായിരുന്നു, പക്ഷെ ഇതില് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ്സ് വന്നു. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലായാലും ഫോളോവേഴ്സും കൂടുന്നുണ്ട്. പോകുന്നതിന് മുന്നേ 60K. ചേട്ടന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എത്ര ഉണ്ടോ ചോദിക്കും നിങ്ങള്? വെറും 5K. ചേട്ടാ ഞങ്ങൾ 5K വന്നതാ. ആണോ? അത് എനിക്കും പ്രതീക്ഷിക്കാം. നിങ്ങൾ റീൽസ് ഇട്ട് കയറ്റിയതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് ചെയ്തതിനു ശേഷം റീൽസ് വെച്ച് കയറിയതാ? ഇന്ന് തൊട്ട് ഞാൻ വന്ന റീൽസ് ഇടും. എന്നിട്ട് അതിന് പോയതിനു ശേഷം എത്രയൊക്കെ കൂടി? 66K ആയി. നിങ്ങളുടെ കൂടെ ഞാനൊരു പെർഫോമൻസ് ചെയ്ത് ഇട്ട നാളെ എന്റെ റീലും അയ്യോ പക്ഷേ ഇല്ലേ ഞങ്ങളുടെ കൂടെ റീൽസ് അങ്ങനെ ചെയ്യാൻ വേണ്ടി വരുന്നവരുടെ കേറത്തില്ല. അറിയത്തില്ല. അപ്പൊ ആ പ്രതീക്ഷ അവസാനിച്ചു. ഉറപ്പൊന്നും പറയത്തില്ല. ആക്ച്വലി ഇനി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, നിങ്ങൾ ആക്ച്വലി എന്താ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നതെന്നൊക്കെ ഉള്ള നിങ്ങളുടെ ഫോളോവേഴ്സ് ഒക്കെ കേൾക്കട്ടെ, നിങ്ങളുടെ ആരാധകരൊക്കെ കേൾക്കട്ടെ, നിങ്ങൾ ആക്ച്വലി എവിടെ നിന്നാണ് വരുന്നത്? പ്രോപ്പർ കൊല്ലമാണ്, പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഇവിടെയാ താമസിക്കുന്നത്, ചോറ്റാനിക്കരയ്ക്ക് അടുത്ത് കുരിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. കൊച്ചിയിൽ ഇപ്പൊ പെർഫോമൻസ് ഒക്കെ ആയിട്ട് ഞങ്ങളിവിടെ BA ഭരതനാട്യം പഠിക്കാണ്. എവിടെ പഠിക്കുന്നു? ഇവരെന്നെ നൈസായിട്ടൊക്കെ ട്രോളി. ഞാൻ പറഞ്ഞതാ സെൻട്രൽ സെസിൽ ഭരതനാട്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇവര് ഭരതനാട്യം ഞങ്ങൾ എങ്ങനെ വെച്ചൊന്ന് പഠിക്കുന്നതൊക്കെ. അല്ല ഞങ്ങളുടെ അടുത്ത് കൂടുതൽ പേരും ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങൾ എന്താ പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ BA ഭരതനാട്യം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ചോദിക്കുന്നത് അത് ഡിഗ്രി കോഴ്സ് ആണോ? അത് എനിക്കറിയാം ഡിഗ്രി കോഴ്സ് ആണെന്നൊക്കെ ഞാൻ ചോദിക്കത്തില്ല. അത്രയും ബുദ്ധിയില്ലായ്മ അല്ല ചേട്ടനല്ല, ആളുകളുണ്ട് അങ്ങനത്തെ. അങ്ങനെയല്ല, അവർക്ക് അറിയില്ല, അതുകൊണ്ടായിരിക്കാം അവർ ഫസ്റ്റ് ചോദിക്കുക അതൊരു ഡിഗ്രി കോഴ്സ് ആണോ ചോദിക്കും. അപ്പൊ ആണെന്ന് പറയും. എവിടെയാ പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സെന്റ് തെരേസയിലാന്ന് പറയുമ്പോൾ പിന്നെ ചോദിക്കുന്നതാണ് അവിടെ സെന്റ് തെരേസയിൽ ഈ പറഞ്ഞ പോലെ ഭരതനാട്യമുള്ള കോഴ്സ് ആർക്കും അറിയത്തില്ലെന്നേ. ശരിക്കും അവിടെ 2 മുതൽ അവിടെ ഉണ്ട്, 3 മുതൽ അവിടെ ആ കോഴ്സ് ഉണ്ട്, പക്ഷെ അത് ആരും അറിയുന്നില്ല. അത് അറിയാത്ത ഞങ്ങളുടെ കുറ്റമാണ്. ഓക്കെ, അപ്പൊ ഭരതനാട്യം ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ്. ഓക്കെ, അപ്പൊ ഈ സെന്റ് തെരേസയിൽ വന്നതിന് ശേഷമാണോ നിങ്ങൾ അപ്പൊ ഈ ഫ്ലവേഴ്സിലൊക്കെ ഞങ്ങള് 9th തൊട്ടിട്ട് ഇവിടെയാ പഠിച്ചത്. വെണ്ണലയില് പഠിച്ചു 9th ഉം 10th ഉം. +1 +2 സൗത്ത് ഗേൾസ് സ്കൂളിലായിരുന്നു. ആ സമയത്താണ് ഞങ്ങള് കോമഡി ഉത്സവത്തിൽ പോകുന്നത്. ഞാൻ പറയും. അതായത് നമ്മളിപ്പോ പെർഫോമൻസ് ഈ പറഞ്ഞ പോലെ ഭയങ്കര വൈറലായിരുന്നു നിങ്ങൾ ഈ ഡാൻസിലാണെങ്കിലും. ഈ പറഞ്ഞ പോലെ അതിന് മുന്നേ നിങ്ങളുടെ ഒരു തകർപ്പൻ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഏതിലായിരുന്നു? ഒരു ചിരി ഇരുചിരി എന്ന്. പക്ഷെ നല്ല വ്യൂസ് പോയതാണ്, അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കുറവുണ്ടോ പെർഫോമൻസ്? കോമഡി അല്ലെങ്കിലും ട്വിൻസിന് അത് കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇതാവും, അവർക്കെങ്കിലും പറ്റിയല്ലോ എന്നുള്ളൊരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും ആര് വെച്ചാലും അതേ കാണിക്കത്തുള്ളൂ, സ്കിറ്റ് ഒന്നും ഞങ്ങൾ കാണിക്കത്തില്ല. ഈ പറഞ്ഞ പോലെ ഈ ഐഡന്റിറ്റിക്കൽ ട്വിൻസ് ആണെന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ രഹസ്യങ്ങളൊക്കെ അറിയണമായിരിക്കുമല്ലോ. അറിയണമെന്നൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവരും അറിയാം. നിങ്ങള് ഇടി കൂടാറില്ലേ അപ്പൊ? കാര്യമായിട്ട് സാധാരണ 2 പെൺപിള്ളേർ അടുത്തടുത്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ 2 ആമ്പിള്ളേർ വരുന്ന സമയത്തും പ്രശ്നമാണ്. 2 ആമ്പിള്ളേർ അടുത്തടുത്ത് വരുന്ന സമയത്തും പ്രശ്നം. ഒരാളുടെ കൈ മറ്റൊരാളുടെ പുറമായിരിക്കുമല്ലോ. നിങ്ങൾ തമ്മിൽ എങ്ങനെ ഭയങ്കര പ്രേമമാണ് എപ്പോഴും? അത് ഭയങ്കര ഇഷ്ടമാണെന്ന് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും? ഇഷ്ടമല്ലെങ്കിൽ പ്രശ്നം. ഈ പറഞ്ഞ രഹസ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഭീഷണിപ്പെടുത്താമല്ലോ. അതായത് ഇവളുടെ രഹസ്യം ഞാൻ ചെന്ന് പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഇപ്പൊ ഞാൻ ഇവളുടെ പറയണെങ്കിൽ ഇവളെ പറയില്ലേ? അപ്പൊ പിന്നെന്താ അടി ഉണ്ടാക്കാലോ? എന്റെ ടോൺ ഇങ്ങനെയാണ്. ദേഷ്യപ്പെട്ട ശരിക്കും ഭയങ്കര കിടലായിരിക്കുമല്ലോ. ഒന്ന് ദേഷ്യപ്പെട്ടെ ഇവൻ ചുമ്മാ ഒന്ന് പേടിക്കാനാ. ഞാനിവിടെ ദേഷ്യപ്പെട്ട ഭയങ്കര കോമഡിയാണോ? കരഞ്ഞാലും ഭയങ്കര കോമഡിയാണ്. വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് പേടി വരികയും കഷ്ടമാണ് നോക്കി. എന്നിട്ട് ബാക്കി പറ. അപ്പൊ എന്താ ചേട്ടൻ ചോദ്യം മറന്നു? അടി കൂടാറുണ്ടോന്ന്? അടി കൂടാറൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഡാൻസ് കളിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാം, സ്റ്റാൻഡപ്പ് ചെയ്യുമെന്ന് അറിയാം. വേറെ എന്തൊക്കെ നിങ്ങൾ ചെയ്യും? ആക്ച്വലി വിസിൽ ചെയ്യും ഞങ്ങൾ. ഒരാള് വിസിൽ ചെയ്യോ? വിസില് പാട്ട് പാടും. പിന്നെ അത് കഴിഞ്ഞ് പാട്ട് പാടും. പക്ഷെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അപ്പൊ നമുക്കൊന്ന് വിസിലടിച്ചൊന്ന് പാട്ട് പാടി. അയ്യോ അങ്ങനെ ചെയ്താൽ എന്താണെന്നറിയാം, ഞങ്ങൾ ഒരാൾ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. അതിന് ഗിന്നസ് റെക്കോർഡ്. എന്റെ ദൈവമേ, അതിലും നിങ്ങൾക്ക് മറ്റേ ഒരുമിച്ച് ചെയ്യണമെന്നാണോ?
അല്ല അങ്ങനെയല്ല, അതിൽ ഒരാൾക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ആരാണ് തിരിച്ചറിയുക? അത് പറയത്തില്ല. അപ്പൊ വിസിൽ ചെയ്ത അത് ആർക്കാ കിട്ടിയെന്ന് അറിയത്തില്ലേ? എന്താ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും? നിങ്ങളെ കൊണ്ട് മറ്റേ ഐഡന്റിക്കൽ പാട്ട് പഠിക്കാൻ പറ്റും. സംഘഗാനം പാടും രണ്ടുപേരും കൂടെ ഒരുമിച്ച്. അതായത് ഐഡന്റിക്കൽ ആയിട്ട് തന്നെ പാടണം. ഐഡന്റിറ്റിക്കൽ ആയിട്ട് എങ്ങനെ പാടാനാ? അത് രണ്ടുപേരും മറ്റേ ഒരുമിച്ച് ഡാൻസ് കളിച്ച പോലെ ഒരുമിച്ച് ഒരുപോലെ സിംഗിള് പാടണം. അങ്ങനെ പാടുന്നേ? അങ്ങനെയാണ് പാടുന്നത്. അങ്ങനെ പാടിക്കോ. പിന്നെ എന്താ ഒരു വരി ഞാൻ കൊല്ലാൻ വേണ്ടി വന്നതാണോ? അല്ല ചേട്ടൻ എങ്ങനെ വിചാരിച്ച ഒരു വരി ഞാൻ പാടി ഒരു വരി അങ്ങനെ? അല്ലല്ല, ഒരേപോലെ ഒരു സ്റ്റാർട്ട് ചെയ്ത് ഒരുപോലെ അവസാനിച്ച് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും താളൊന്നും തെറ്റാതെ ഒരുപോലെ അങ്ങനെ. അതാണോ? കണ്ണും കണ്ണും നോക്കി ശ്രമിച്ചോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടത്തിന് പാടിക്കോ. ഇപ്പൊ പാടാനാ ഇപ്പൊ പാടിക്കോ. പിന്നെ നാളെ പോയിട്ട് പാടാൻ പറ്റുമോ? ഇവിടെ ഇരുന്ന് പാടിക്കോ. അങ്ങനെയല്ല, പ്രാക്ടീസ് ചെയ്യാൻ ടൈം തരുമോ? ഇച്ചിരി പ്രാക്ടീസ് ചെയ്യാൻ സമയം എടുത്തോ. വേണ്ട, പ്രാക്ടീസ് ചെയ്തുള്ളത് പോവാതെ ഫ്രഷ് ആയിട്ട് വന്നോട്ടെ. ഏത് പാട്ട് പാടും? ഏതെങ്കിലും പാട്ട് പാടിക്കോ. ശ്രീരാഗം. ഓ അതെപ്പോഴും പറഞ്ഞു. ഒരു പാട്ടുണ്ടെങ്കിൽ ലച്ചുവിന് ആ പാട്ട് മാത്രമേ ഉള്ളൂ. ശ്രീരാഗം. ലച്ചു ആണോ രച്ചു ആണോ? ലച്ചു. ലക്ഷ്മി ഷോട്ട് ചെയ്തു. ഓ രണ്ടും ലക്ഷ്മിയാണോ? ഓക്കെ. ലച്ചു. ഓ നിങ്ങൾ തന്നെ വിളിക്കും ലച്ചു എന്ന്. ഞങ്ങൾ തന്നെ വിളിക്കുന്നത് ലച്ചു. പുറമെയുള്ള ആൾക്കാർ നിങ്ങൾ എന്താ വിളിക്കും? ഷോർട്ടാക്കി ചിന്നുപിന്നെ ഒരുമിച്ച് വിളിക്കും. പിന്നെ അല്ലെങ്കിൽ ലച്ചൂസ് എന്ന് വിളിക്കും. കോളേജിലൊക്കെ എല്ലാവരും ലച്ചൂസ് എന്നാ വിളിക്കുക. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് ഇഷ്ടവും ഒരുപോലെയാണല്ലോ, ഒരേ കോഴ്സ് തന്നെ പഠിക്കുന്നു അല്ലേ? അത് ഭയങ്കര പ്രശ്നമാണല്ലോ. അത് ഡ്രീം ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ, ഒരേപോലെ പഠിക്കണം എന്നുള്ളത്. ഒരേപോലെ പഠിക്കണം, ഒരേ ക്ലാസ്സിൽ നിന്ന് പഠിക്കണം. അത് കല്യാണം കഴിച്ചു പോകുന്ന സമയത്ത് ട്വിൻസിനെ കല്യാണം കഴിക്കും. ആണോ? ഞാൻ അടുത്ത ചോദ്യം അതായിരുന്നു. വെജിറ്റബിൾ ആണ്, നമുക്കറിയാം. കാരണം ഇതൊക്കെ മെയിൻ ആയിട്ട് ഞങ്ങള് പിന്നെ ഒരേപോലെ സംസാരിക്കുമ്പോ ഇതേപോലെ പറഞ്ഞു നിങ്ങൾ പഠിച്ചു വെച്ച് പറയുന്നതാണെന്ന്. ശരിക്കും ഞങ്ങളടുത്ത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാ. ഞങ്ങൾ രണ്ടുപേരും കാണാപ്പാടം പഠിച്ച് വെച്ചേക്കുക. അതായത് കുറച്ച് രണ്ടുപേരും ഒരുപോലെ ഉത്തരം പറയുന്നു. കുറച്ച് ഉത്തരം പറയുന്നത് ഇതാണ്. ചോദ്യത്തിന് വ്യത്യാസം ഉണ്ടായില്ലല്ലേ? വ്യത്യാസം ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഞാനപ്പോ വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചോദിക്കണം. വ്യത്യസ്തമായ ചോദ്യം ചോദിക്കാം. നിങ്ങൾ വ്യത്യസ്തമായിട്ട് ഈ സംഭവം ഇറക്ക്, പാട്ട് പാട്. പാട്ട് പാടാം. ക്വിസ് ഒന്നും ചോദിക്കുന്നത് എനിക്ക് വല്ല അറിഞ്ഞിട്ട് വേണ്ട ക്വിസ് ചോദിക്കാൻ. എനിക്കേ വേണ്ട, ആ പരിസരത്തേക്ക് ഞാൻ പോവില്ല. ചിരിക്കണ്ട. ഇവനെ കണ്ട ചിരി വരും എല്ലാവർക്കും, പക്ഷെ ചിരിക്കണ്ട കേട്ടോ. പറ, അവനെ കണ്ടിട്ടല്ല ചേട്ടനെ കണ്ടാ ചിരി വരുന്നത്. പറയാൻ വന്നതാ. അതാണല്ലേ? നേരെ എയറിലാണല്ലോ. സത്യം. ചേട്ടന് തോന്നുന്നു പുത്തരിയല്ല. ഇന്നലെ ഇറങ്ങിയുള്ളൂ എയറിന്ന്. കാണാറുണ്ടല്ലേ? ട്രോൾസ് ഒക്കെ കാണാറുണ്ടോ? ഏത് ഇഷ്ടപ്പെട്ട ട്രോൾ ഏതാ? ഇഷ്ടപ്പെട്ട ട്രോളോ? എല്ലാരും സൂപ്പറാ. നമ്മളൊക്കെ പെർഫോമൻസ് വരാൻ പോവാണ്. റിയാലിറ്റി ഷോ താരങ്ങളാണ് ചിന്നുവും പൊന്നുവും. ഭാഗ്യലക്ഷ്മി, ധനലക്ഷ്മി എന്നിവരാണ് ഇവരുടെ ശരിക്കുള്ള പേരുകൾ. എങ്കിലും ചിന്നുവും പൊന്നുവുമാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഇവർ. അടുത്തിടെ ഒരു കിടിലം പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് നവ്യ നായരെയും മുകേഷിനെ പോലും ഇവർ രണ്ടുപേരും ഞെട്ടിച്ചു. ഇവരുടെ ബന്ധുക്കൾക്ക് പോലും ചിന്നുവിനെയും പൊന്നുവിനെയും വേർതിരിച്ചറിയാൻ പാടാണ്. അവരുടെ പുത്തൻ സന്തോഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി ഇവർ പങ്കുവയ്ക്കാറുണ്ട്. ഇതെല്ലാം വൈറലായി മാറാറുമുണ്ട്. ഒരേ വീട്ടിലേക്കാണ് ഇവർ വിവാഹം കഴിച്ചു ചെന്നത്. ആറന്മുള സ്വദേശികളും സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുമായ സന്ദീപും സനൂപുമാണ് ചിന്നുവിനെയും പൊന്നുവിനെയും സ്വന്തമാക്കിയത്. ചിന്നുവിനെയും പൊന്നുവിനെയും പോലെ തന്നെ ഇവരെയും തിരിച്ചറിയാൻ വലിയ പാടാണ്. ഇരുവരും കാഴ്ചയിൽ ഒരേപോലെയാണ് തോന്നിക്കുക. ചിന്നുവും പൊന്നുവും വിവാഹിതരാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ആകെ ആവേശമായിരുന്നു. ഇനി ഇനി 4 പേരെ കാണാലോ ഡാൻസിൽ എന്നാണ് എല്ലാവരും പറഞ്ഞത്. കുറച്ചു കാലം മുൻപ് ചിന്നുവും പൊന്നും വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചു പോകാനാണ് താല്പര്യമെന്നാണ് അറിയിച്ചത്. ഞങ്ങൾക്ക് ഒരേ വീട്ടിലേക്ക് പോകണം, അതുകൊണ്ട് തന്നെ ട്വിൻസിനെയാകും വിവാഹം കഴിക്കുക എന്നാണ് അന്ന് ഇവർ പറഞ്ഞത്. കൊല്ലം സ്വദേശികളായ ചിന്നുവും പൊന്നുവും പരസ്പരം ലച്ചു എന്നാണ് വിളിക്കുന്നത്. BA ഭരതനാട്യം വിദ്യാർത്ഥിനികളായ ഇരുവരും മിനി സ്ക്രീനിലെ ഒട്ടുമിക്ക റിയാലിറ്റി ഷോകളുടെ ഭാഗമായിട്ടുണ്ട്. തമ്മിൽ പരസ്പരം ഇതുവരെയും അടി കൂടിയിട്ടില്ല എന്നതാണ് ഇവരുടെ വലിയൊരു പ്രത്യേകത. ഗിന്നസ് റെക്കോർഡ് വരെ സ്വന്തമാക്കിയ ഇവർ ഡ്രസ്സിലും രൂപത്തിലും മാത്രമല്ല പരീക്ഷയിൽ മാർക്ക് വാങ്ങുന്നത് വരെ ഒരേപോലെയായിരിക്കും. അങ്ങനെയുള്ള ഇരുവരുടെയും ജീവിതത്തിലേക്ക് അതേപോലെയുള്ള 2 പേർ വന്നതിന്റെ ആശംസകൾ നേരുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. എന്നാൽ വിവാഹം കഴിഞ്ഞ് ഇത്രയുമായിട്ടും ഇരുവരെയും പിന്നീട് ഒരു വലിയ സ്റ്റേജ് പെർഫോമൻസിലും കണ്ടില്ലല്ലോ എന്നും ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇവർക്ക് എന്തു പറ്റി? വിവാഹത്തോടെ ഡാൻസ് ഒക്കെ നിർത്തിയോ? നൃത്തത്തോട് വിട പറഞ്ഞോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്.
ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഏറ്റവും വലിയ ഒരു വൈറലായ സംഭവം എന്ന് പറഞ്ഞാൽ ജോഷാണ്. വളർന്നു വരുന്ന പ്രതിഭകൾക്ക് തങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്താനും അത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നതിൽ മുന്നിലാണ് ഷോർട്ട് വീഡിയോ ആപ്പായ ജോഷ്. തീർത്തും വ്യത്യസ്തമായ അഭിരുചികൾ ഉള്ളവരാണ് ജോഷിലെ കണ്ടന്റ് ക്രിയേറ്റർമാർ. ടെലിവിഷൻ മേഖലയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പൊന്നുവും ചിന്നുവും. ആരാധകരുടെ പ്രിയപ്പെട്ടവരാണ് ഈ ഇരട്ടകൾ. ഇവർക്ക് സോഷ്യൽ മീഡിയയിലും ഒരുപാട് ഫാൻസുകാരുണ്ട് എന്നതാണ് സത്യം. വിവാഹശേഷമുള്ള ഇവരുടെ ഓരോ വീഡിയോകളും ശരിക്കും പറഞ്ഞാൽ വൈറലായിരുന്നു. വിവാഹത്തിന് താലി കെട്ടുന്നതും വീട്ടിലെത്തി അമ്മയ്ക്ക് വളയിടുന്നതും തുടങ്ങി അങ്ങനെ ഇവരുടെ ഓരോ കാര്യങ്ങളും. പിന്നീട് ഭർത്താക്കന്മാർക്കൊപ്പമുള്ള ചെറിയ വീഡിയോകളൊക്കെ ഇവർ പങ്കുവെക്കാറുണ്ടെങ്കിലും ഇവരുടെ ആ പഴയ മാസ് പെർഫോമൻസ് പിന്നെ കാണാൻ പറ്റിയില്ല. എന്ത് പറ്റി, വിവാഹത്തോടെ ഈ ഡാൻസ് പെർഫോമൻസുകളോടുള്ള ഇഷ്ടം കുറഞ്ഞു എന്നൊക്കെയാണ് ആരാധകർ ചോദിക്കുന്നത്. ഇവരൊന്നിച്ചുള്ള ഇരട്ട പെർഫോമൻസ് കാണാൻ എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുകയാണ് എന്നും ആരാധകർ പറയുന്നുണ്ട്. എന്തായാലും നവ്യ നായരെ വരെ ഞെട്ടിച്ച ഈ നർത്തകിമാരുടെ ഒരു പെർഫോമൻസ് എങ്കിലും ഇനിയും കാണണം എന്ന ആവേശത്തിലാണ് ആരാധകർ.